നിങ്ങളെ ഞാൻ എവിടെ കണ്ടത്? തലശ്ശേരിയിലാണോ വീട്? പീഡനോ? എന്ത് പീഡനം? എടാ ഈ കണ്ണി കാണാത്ത കാര്യമൊന്നും പറയല്ലേ. ഞാൻ ആരെയും പീഡിപ്പിക്കാൻ നോക്കിയില്ല. എന്നിട്ടാ അപ്പം പിള്ളേരെ നിന്നെ കൊല്ലാൻ നോക്കിയത്? അള്ളാഹ് മുസ്തഫാന്റെ പിള്ളേർക്ക് തെറ്റിദ്ധാരണ പറ്റിയതാ. നമ്മളെ അങ്ങനെ പീഡിപ്പിക്കാനും നോക്കുന്ന ആളൊന്നുമല്ല. നമ്മളാ ടൈപ്പല്ല, നമ്മളെ ഡീസന്റ് ആണ്. പിന്നെ എന്തിനാണ് നീ അവിടെ കയറിയേ? അത് മോനെ ജീവിച്ചോ നടക്ക്. ആള് പറയട്ടെ, പറയ്. ജുബിച്ചൻ, ജുബിച്ച, നിങ്ങൾ വേണം എന്റെ തള്ളക്ക് വിളിച്ചോളി, ഉപ്പയ്ക്ക് വിളിച്ചോളി. പക്ഷെ പന്നി പട്ടിന്നൊന്നും വിളിക്കാതെ നമുക്ക് ഹറാമാണ്. ഞാൻ പറയണമെന്ന് വിശ്വസിക്ക്. ഒരു ബീഡി വരുമോ? ഒരു ബീഡി വരുമോ? ഇവനെന്താ ചെയ്യണം? അടിച്ചുമാറ്റല് അനക്കൊരു വീക്ക്നെസ്സാണ്. നിങ്ങൾക്കറിയോ, മംഗലാപുരത്ത് മാല ഒട്ടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കൂട്ടം കൂടിയൊന്നും നമ്മള് പോവില്ല, ഒക്കെ സിംഗിളടിയാ. ആ ദുബായ് മുസ്തഫാന്റെ പുരയില് തോനെ കായും പണം ഉണ്ടെന്ന് മറിയം മാസസ് പറഞ്ഞപ്പോ ഒന്ന് തൂത്തുവാരാ ഇറങ്ങിയതാ. മറിയം മാസസ് അതാരാ? ഓളിന്റെ കക്കൂസ് കാമുകിയ. മറിയുമാന്റെ കെട്ടിയോൻ SS ആയിരുന്നു ദുബായ് മുസ്തഫാന്റെ നാട്ടിലെ ഡ്രൈവർ. എനിക്ക് ആ വഴി കിട്ടിയ കൊട്ടേഷനാ അത്. സത്യം പറഞ്ഞ മറിയമ്മയ്ക്ക് വേണ്ടിയാ ഞാനീന്ന് ഇറങ്ങി തന്നെ. അതിപ്പോ എങ്ങനെയായി പാവം മറിയമ്മ. അല്ലേ ഈ കക്കൂസ് കാമുകി എന്ന് പറഞ്ഞാ അതെന്ത് കാമുകിയാ? നിങ്ങൾക്ക് എന്റെ വിഷമമൊന്നും ഒരു വിഷമല്ല. കക്കൂസ് കാമുകയിൽ നിൽക്കാണ്. നീ കാര്യം പറയുന്നു. ഹോസ്ദുർഗ് മാലപറി കേസിൽ പോലീസ് എന്നെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അതിന് ലൈക്ക് അടിച്ചും കമന്റ് അടിച്ചും തുടങ്ങിയതെന്താ, അത് പിന്നെ പ്രേമായി. വീട്ടിൽ പ്രൈവസി ഇല്ലാത്തോണ്ട് കിസ്സ കുറച്ചിലും ചാറ്റിങ്ങും ഒക്കെ കക്കൂസിലായി. അങ്ങനെ ഓൾ എന്റെ കക്കൂസ് കാമുകിയായി. കക്കൂസിലേക്ക് ഇരുന്ന് പ്രേമിക്കുന്ന നീയൊക്കെ എന്ത് മലമ്പാമ്പാടാ. അനക്കങ്ങനെ പറയാ. എനിക്കേ 4 ഭാര്യമാരാ. 4 ഓളുമാരും കൂടെ ഒന്നിച്ചു പറ്റപ്പോ നന്നാല് 16 പിള്ളേര്. ആകെ 2 മുറി വീടും. ഓളാണെങ്കിൽ ഒറ്റ മുറിയിലാണ് താമസം. കെട്ടിയോനും 2 കുട്ടികളും കൂടെ 4 പേര്. ആലോചിച്ച് നോക്ക്, എവിടെ കിട്ടും പ്രൈവസി? അങ്ങനെ ഞങ്ങള് കക്കൂസിലായി പ്രേമം. പഠിച്ചോനെ, മറിയുമ്പോ 5 മെസ്സേജസ് ഉണ്ടല്ലോ. ജബ്ബാർച്ച കക്കൂസിലാണോ? ജബ്ബാർച്ച കക്കൂസിലാണ്. മറിയുമ്പോ ഇന്നലെ മുഴുവനും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഇന്നലെ ഉപ്പളയിൽ ഒരു കുറ്റിക്കാട്ടിലായിരുന്നു. പോലീസ് ഊറ്റിയതാ? ഏയ് നാട്ടാര്. നിങ്ങളെ നേരിട്ട് കാണണം. ഒരു കോള് പറയാണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണം. കേക്ക ജബ്ബാർച്ച മക്കളെ അർബനമുട്ട് പഠിപ്പിക്കണം. നല്ല താളത്തിൽ അവരെ കൊട്ട്. ഞാനും നല്ല താളത്തിൽ കൊട്ടും അറിയുമ്പോ അനക്കൊക്കെ ഈറ്റകളെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിരുത്തിക്കൂടെ? ഐറ്റങ്ങളെ കമ്പി മേലെ കമ്പനി അടിച്ചിരുന്ന് തൂറട്ടെ. എന്റെ വയറ് പോയി, അതുകൊണ്ടാണ്. പറഞ്ഞേട്ടോ ഒരു ഏസിയും കൂടെ വേണേനി. പറയ എന്ത് കോള മുത്തിന് ജബ്ബാർച്ചയോട് പറയാൻ? എന്തായാലും നിങ്ങള് കട്ടുമോഷ്ടിച്ച് നടക്കുക. ഞാനൊരു വീട് കാണിച്ചെന്നാ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുമോ? നമ്മളെ വർക്ക് മുഴുവൻ ഔട്ട്ഡോറിലല്ലേ. വീടെന്നൊക്കെ പറഞ്ഞാല് അത് ശരിയാവില്ല. റിസ്ക് ആണ് മുത്തേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ പറയാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളെ? ഏത് പുരന്റെ കാര്യമായി ഈ പറയണേ? ഇങ്ങക്കറിയാലോ, എന്റെ കെട്ടിയൻ ദുബായ് മുസ്തഫന്റെ ഡ്രൈവറാന്ന്. ഓരോ വീട്ടിൽ കയറുന്ന കാര്യം ഞാൻ പറഞ്ഞേ. അതൊക്കെ വലിയ കുഴപ്പാവൂലേ? ഈടുത്ത വീടല്ല, അങ്ങ് തൃശ്ശൂർ ഒരു ബംഗ്ലാവുണ്ട്. മൂപ്പര പെമ്മക്കള് 3 കൂടെ ആടെ ഇപ്പൊ സ്റ്റഡി ലീവിന് നിക്കാൻ വരുന്നുണ്ട്. ഓരെ കൊണ്ടു നടക്കാൻ ആടെ മുസ്തഫക്കൊരു ഡ്രൈവറെ വേണം. ആക്സിഡന്റ് കഴിഞ്ഞ് നിൽക്കണോണ്ട് എന്റെ പിഴിയാപ്പിളക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല. മൂപ്പരോട് പറഞ്ഞിട്ട് നിങ്ങളാ
അവിടുത്തെ ഡ്രൈവറാക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ആ വീട്ടിലെ കോടിക്കണക്കിന് ഉപ്പി പണ്ടെന്നുണ്ട്. കിട്ടണേന്റെ ഒരു പാതി എനിക്ക് തന്നാ മതി. ഈ പറയണൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ വീട്ടിലെ പഞ്ഞി കൊണ്ട് പറഞ്ഞു പോണത്. എന്റെ മുത്തുകറിയല്ലേ, എന്റെ മുത്തുകറിഞ്ഞ ജപ്പാർച്ചയുടെ ചങ്ക് തകർന്നു പോവില്ലേ? ഇതേ നോക്ക്, അനക്കു വേണ്ടി ദുബായ് മുസ്തഫാന്റെ വീടല്ല, അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വരെ നമ്മളടി. വന്ന രണ്ടാളും ഉപ്പ എന്നെ എത്ര തവണ വിളിച്ചെന്നറിയോ? എന്താ എത്ര ലേറ്റായേ? നിങ്ങക്ക് നിസ്കരിക്കൊന്നും വേണ്ടേ? ആ ഓതണ്ടേ? കൈ കവി പഠിക്കാതിരിക്കൊന്നും വേണ്ട നിങ്ങക്ക്? ഇതേ സ്റ്റഡി ലീവാണ്, വെക്കേഷൻ ഒന്നും അല്ല. അവിടെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു. ആണ് മോളെ, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. രണ്ടാളും പോയി നിസ്കരിക്കും. നിങ്ങള് പുറത്തുനിന്ന് കഴിച്ചല്ലേ? ഓ, കഴിച്ചിനി. എന്നാ വണ്ടി തന്നെ പോയി കിടന്നോളി. സലാലേ. വാലേക്കും അസ്സലാം. മേലത്തെ മുറിയിലൊക്കെ നോക്കി, അവിടെ ഒരു പണ്ടവും പണവും ഒരു കുന്തവും ഇല്ല. നിങ്ങളൊന്ന് താഴെ പോയി നോക്കി. മേലത്തെ മുറിയിൽ ആ പെൺകുട്ടിയോടില്ല, ഐറ്റങ്ങളപ്പോ താഴത്തെ മുറിയിലാക്കി. അത് റിസ്ക്കാണ്. ആ പെൺകുട്ടികളൊന്നും പോത്ത് കുത്തിയപ്പോലും അറിയില്ല. നിങ്ങളൊന്ന് പൂച്ചനെ പോലെ പോയി നോക്കിയെന്ന്. ആണോ? ആ ചെല്ല് നോക്കാം. പെട്ടെന്ന്. മണ്ണും ചായവല്ല, പണ്ടവും കായും. നമ്മളെ ബെഡ്റൂമില്ലേ, ആടെ ഒരു പെട്ടിയില്